ആദ്യ എന്തു പറ്റി ആദ്യ? എന്തിനാ നീ ഒച്ച വെച്ചേ? ആദ്യ ഞാൻ വെള്ളം എടുക്കാം. ദാ വെള്ളം കുടിക്കാതെ. ഇപ്പൊ ഓക്കെ ആയില്ലേ? നിനക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും പേടി സ്വപ്നം വല്ലതും കണ്ടോ? ചേട്ടൻ വീട്ടിലെത്തിയില്ലേ? ആദ്യ നിനക്കെന്താ പറ്റിയെന്ന് പറ. വെറുതെ നിന്നെ ടെൻഷനാവുന്നേ. ആദ്യം ചേട്ടൻ വീട്ടിൽ വന്നോന്ന് പറ സിദ്ധാർത്ഥ്. ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് വന്നു കാണുമല്ലോ. എന്തിനിപ്പോ അതൊക്കെ ചോദിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ നീ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റതും അതും തമ്മിൽ എന്താ ബന്ധം? ചേട്ടനെയാണോ കണ്ടത്? അതെ സിദ്ധാർത്ഥ്, പക്ഷെ അത് ചെറിയ സ്വപ്നമൊന്നുമല്ല, മോശ സ്വപ്നം. ഞാൻ ശരിക്കും പേടിച്ചു. ഞാൻ ഇതുപോലത്തെ സ്വപ്നമൊന്നും കാണാറില്ല. ഞാൻ ശരിക്കും പേടിച്ചു പോയി. പേടിക്കണ്ട, ഞാനില്ല നിന്റെ കൂടെ. നല്ല സ്വപ്നമൊന്നും പൊട്ട സ്വപ്നമൊന്നും ഒന്നുമില്ല. സ്വപ്നം അത്രേ ഉള്ളൂ. ഡോണ്ട് വറി, ഓക്കെ? ഇല്ല സിദ്ധാർത്ഥ്, എനിക്കെന്തോ വല്ലായ്മ തോന്നുന്നുണ്ട്. സംഭവിച്ചതുപോലെ തന്നെയാ. ശരി, നീ എന്ത് സ്വപ്നം കണ്ട് അത് പറ. ഞാനത് മുഴുവനായിട്ട് ഓർക്കുന്നില്ല സിദ്ധാർത്ഥ്. അപ്പൊ ഈ സ്വപ്നം കണ്ട കാര്യം നീ ഇപ്പൊ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. വെറുതെ ടെൻഷൻ അടിക്കണ്ട. ചിലപ്പോ അത് സത്യമായാലോ? നമ്മൾ സ്വപ്നം കാണുന്നതെല്ലാം സത്യമായിരുന്നെങ്കിൽ ഈ ലോകം ഇങ്ങനെ ആയിരിക്കില്ല ആദ്യ. നിന്റെ ചേട്ടന് എന്തെങ്കിലും അപകടം പറ്റുന്നതായിട്ടാണോ സ്വപ്നം കണ്ടത്? അതെ സിദ്ധാർത്ഥ്, അങ്ങനെ തന്നെയാ. ചേട്ടന് ഒന്നും സംഭവിക്കില്ല. നിനക്കൊരു കാര്യം അറിയോ? ഇതിലും പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടിട്ട് നിന്റെ ചേട്ടൻ ഓഫീസിൽ വന്നത് എൻ്റെ അടുത്ത് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. എന്താണെന്നറിയോ? ബിസിനസ്സിലെ ഗോഡ് ഫാദറായ നിന്റെ ചേട്ടൻ മേനോൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസ് ലോസ് ആയെന്ന സ്വപ്നം കണ്ടത്. അതിൽ സന്തോഷിക്കുന്നതായിട്ടും കണ്ടു. എന്നിട്ട് അതുപോലെ നടന്നു? ഇല്ല, സ്വപ്നം മാത്രമാണ്. അത് റിയൽ ആയിട്ട് നടന്നു എന്ന് തോന്നിയാലും അത് റിയൽ അല്ല. അത് മാത്രമല്ല, അത് റിയൽ ആവാൻ പോകുന്നുമില്ല. നീ മനസ്സിൽ ഈശ്വരനെ വിചാരിച്ചിട്ട് കണ്ണടച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. കണ്ണടച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. ഡോണ്ട് വറി.
ഈ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഒരാളെ നോക്കി ഒരെണ്ണത്തിനെ കാണില്ല. പ്രഭാകരൻ, സിസ്റ്റർ, എന്നോട് ക്ഷമിക്കണം സിസ്റ്റർ, എന്നോട് ക്ഷമിക്കണം. എന്തുവാടാ നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നീ എന്തിനാ എന്റെ കാലെ വീഴുന്നത്? എഴുന്നേക്ക്. ഇല്ല സിസ്റ്റർ, എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കൂല സിസ്റ്റർ. ക്ഷമിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? നീ എന്തിനാ ഇങ്ങനെ ഓവർ ആക്ട് ചെയ്യുന്നത്? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു സിസ്റ്റർ. ഞാനൊരു വലിയ തെറ്റ് ചെയ്തിട്ടാ വന്നത്. എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ ഈ കാലിൽ നിന്ന് വിടില്ല. ഷട്ട് പ്രഭാകര, കാര്യം എന്താണെന്ന് വെച്ചാൽ നീ വാ തുറന്നൊന്ന് പറയ്. ആദ്യം നീ എഴുന്നേക്ക്. എനിക്ക് സീരിയൽ ഡ്രാമയൊന്നും തീരെ പിടിക്കുന്നില്ല. എഴുന്നേക്ക്. എഴുന്നേക്ക്. എഴുന്നേക്കാനല്ലേ പറഞ്ഞത്? ഇനി പറ, എന്താ കാര്യം? ഞാൻ ചേച്ചിയെ വിളിച്ചില്ലായിരുന്നോ? അതെ, നീ വിളിച്ചു. എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോകുന്നാണല്ലോ ദൈവമേ തോന്നുന്നത്. വിക്കിക്കാണെങ്കിൽ ചേച്ചിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പിടികിട്ടി കഴിഞ്ഞു. അവൻ എന്തായാലും കേട്ട കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ ഒരു സാധ്യതയില്ല. ചേച്ചിയുടെ കാര്യം തീർന്നത് തന്നെ. ആദ്യം ചേച്ചിയോട് വേണം കാര്യം പറയാൻ. പ്രഭാകരനാണല്ലോ. പറ, എന്താ? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ചേച്ചി, എല്ലാം ഫിനിഷ്. നമ്മുടെ എല്ലാ കളികളും അവസാനിച്ചു. നീ എന്തൊക്കെയാ പറയുന്നേ? അല്ലെങ്കിൽ തന്നെ നേരെ വണ്ണ ഒരു കാര്യം പറയില്ല. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ വളച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താണെന്ന് വിചാരിച്ചാ മനസ്സിലാക്കണ്ടേ? അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയമൊന്നുമില്ല. അത് കേട്ടിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ചേച്ചിയുടെ കഥ തീർന്നൊന്ന് കൂട്ടിയാ മതി. ചേട്ടനും അനിയനും ഒന്നിച്ച് വേഗം വീട്ടിലേക്ക് വരുന്നു, ഒരു കത്തി എടുക്കുന്നു, ചേച്ചിയുടെ പണി കഴിക്കുന്നു. എടാ, നീ കുടിച്ചിട്ടുണ്ടല്ലേ? എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. മര്യാദയ്ക്ക് വീട്ടിൽ വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കാൻ വരണ്ട. അയ്യോ ചേച്ചി, ഞാനൊട്ട് കുടിച്ചിട്ടുമില്ല, ചേച്ചിയെ വിഷമിപ്പിക്കാൻ പറഞ്ഞതുമല്ല. എല്ലാം കൈവിട്ടു പോയെന്ന് പറഞ്ഞാൽ മതി. ചേച്ചിയെ കണ്ടകശരി പിടിച്ചിരിക്കുക. ചേച്ചി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നാട് വിട്ടു പോകുന്നതാണ് നല്ലത്. എടാ, ഇങ്ങനെ ബുദ്ധിയില്ലാത്ത പോലെ സംസാരിക്കല്ലേ. നീ ആദ്യ കാര്യം എന്താന്ന് വെച്ചാ പറയ്. എന്തിനെങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നേ? അയ്യോ ചേച്ചി, അതൊന്നും ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമില്ല. ഷോർട്ടായിട്ട് പറയാൻ വേണേ കേട്ടോ. ചേച്ചി ഇത്രയും നാളും പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. വിക്കി ആരതിയും വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ, അപ്പൊ തുടങ്ങി ഞാൻ അവരെ ഫോളോ ചെയ്ത് വരികയായിരുന്നു. ആ വിക്കി വന്നതേ ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാ. അതാരേ? അയ്യോ ദൈവത്താണ്, എനിക്കത് ആരാണെന്ന് അറിയില്ല സിസ്റ്റർ. പക്ഷേ അയാൾ ആരാണെങ്കിൽ ശരി, അയാൾക്ക് ചേച്ചിയുടെ ഫുൾ ഹിസ്റ്ററി അറിയാം. അയാളാണെങ്കിൽ വിക്കിയോട് അതെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വാട്ട് നോൺസെൻസ്! നീ പറയുന്നതൊക്കെ സത്യമാണോ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. അത് തന്നെ, വേദാന്ത് ചേച്ചിയുടെ മോനല്ല, അവന്റെ സ്വത്തുക്കളൊക്കെ ചേച്ചി അടിച്ചു മാറ്റിയതാണ്. ചേച്ചി ഒരു ഭൂലോക കള്ളിയാണെന്നും അയാൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. കളിയാക്കിച്ചിരിക്കുന്നോ? ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് സിസ്റ്റർ. നീ അറിഞ്ഞത് സത്യം തന്നെയായിരിക്കും. വിക്കി അറിഞ്ഞെന്ന് പറഞ്ഞത് സത്യം തന്നെയായിരിക്കും. പക്ഷേ അതൊന്നും ഇതുവരെ വേദാന്ത് അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഈ നിമിഷം വരെ എന്തായാലും അറിഞ്ഞിട്ടില്ല. പക്ഷേ അത് വിക്കി വേദാന്തിനോട് എന്തായാലും പറയുമല്ലോ. മാത്രമല്ല വിക്കി വേദാന്തിനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയുകയും ചെയ്തു. നോക്കേച്ചി, നാട് ഓടുമ്പോ നടുവേ ഓടണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്റെ കയ്യിൽ 2 വഴികളുണ്ട്. 2 ഏരിയയിലായിട്ട് നമുക്ക് പോയിട്ട് ഭിക്ഷ എടുക്കാം. എന്തായാലും 3 നേരത്തെ ആഹാരത്തിനുള്ളത് കിട്ടാതിരിക്കില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ വല്ല ആശ്രമത്തിലും പോയി ചേരണം. കാശും നോക്കണ്ട, അന്തസ്സോ അഭിമാനോ ഒന്നും നോക്കേണ്ട കാര്യമില്ല.
അതിലും ഭേദം ഈ സുഹാസിനി മരിക്കുന്നതാ. ഈ സുഹാസിനി മരിക്കുന്നത് വരെ ആർക്കും ഒന്നും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നതുമില്ല. നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പറ്റിയാലേ കുറച്ച് വെള്ളം ഉപയോഗിച്ചതങ്ങ് കഴുകിക്കളയണം. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടായേ പറ്റൂ. പക്ഷെ ചേച്ചിക്ക് രക്ഷപ്പെടുകയല്ലാതെ വേറെ മാർഗം ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിലേ അവർ രണ്ടുപേരും കൂടെ തലേ കയറി ഡാൻസ് ചെയ്യും. ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നപ്പോഴും സുഹാസിനി അതിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചോടുകല്ല, അതിനെ നേരെ നിന്ന് നേരിടുന്നവർക്കാ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. നീ എന്തെങ്ങനെ ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയണ്ട. വിക്കി ഒരിക്കലും വേദാന്തിനോട് ഇതൊന്നും തുറന്ന് പറയരുത്. ഇപ്പൊ വിക്കിയുടെ വായി മൂടിക്കെട്ടേണ്ടത് നിന്റെ ജോലിയെ. സിസ്റ്റർ, ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ട് കഴിഞ്ഞു പ്രഭാകര. പറഞ്ഞതുപോലെ ചെയ്. ഹലോ ഹലോ, അമൂല്യ, ആരതി ഇവിടെ? ചേച്ചി കരഞ്ഞു കരഞ്ഞ് കാറിൽ തന്നെ തല കറങ്ങി വീണു. അതുകൊണ്ട് കാറിൽ ഇരുത്തിയിട്ടാ ഞാൻ വന്നത്. ചേച്ചിക്ക് ഇതൊന്നും ഒരിക്കലും താങ്ങാൻ കഴിയില്ല. ചേച്ചി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല വേദാന്ത്. നോക്ക മൂല്യ, ഇങ്ങനെയുള്ള സമയത്ത് ടെൻഷനും ഫ്രസ്ട്രേഷനും ഒക്കെ കോമൺ ആയ കാര്യമാണ്. ആ കാര്യം നിനക്കും അറിയുന്നതല്ലേ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ICUവിൽ കിടക്കുമ്പോ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും അത് നടക്കില്ല. നമുക്ക് ആർക്കും ഈ ഒരു സമയത്ത് നല്ല കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാനേ കഴിയില്ല. പക്ഷെ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ ആഗ്രഹം അവൻ പഴയ പോലെ തിരിച്ചു വരണമെന്ന് തന്നെയല്ലേ. പിന്നെ എന്തിനാ നമ്മൾ നെഗറ്റീവായിട്ട് വെറുതെ ചിന്തിക്കുന്നത്? വിക്രാന്ത് ഈസ് എ സ്ട്രോങ് ബോയ്. ഇതുകൊണ്ടൊന്നും അവനൊന്നും സംഭവിക്കില്ല. വിക്കിയുടെ കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവൻ എത്രയും പെട്ടെന്ന് സുഖമായിട്ട് തിരിച്ചു വരും. നീയും അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും വേദാന്ത്. ഇതാ നോക്ക മൂല്യ, ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ പോസിറ്റീവായ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. എന്തൊക്കെ പ്രശ്നം വന്നാലും ശരി, ഒരു ചെറിയ വെളിച്ചം മതി ആ വെളിച്ചത്തെ പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ നിന്റെ മനസ്സിൽ വിക്രാന്ത് തിരിച്ചു വരുന്നതിനെ പറ്റി മാത്രം ആലോചിക്കേ. ഒരിക്കലും തോൽക്കാത്ത മനസ്സിനെ തോൽപ്പിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. വിക്രാന്തിനൊന്നും സംഭവിക്കില്ല. ഡോണ്ട് വറി. മാഡം, ഈ ഷർട്ട് ഡോക്ടർ തന്നാണ്. അദ്ദേഹത്തിന്റെ ഡ്രസ്സ് ബ്ലഡ് ആയതുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറയണം.
ഞാനല്ലേ പറഞ്ഞത് അവന്റെ വായ മൂടിക്കെട്ടണമെന്ന്. അതുകൊണ്ടാ പിന്നെ ചോദിക്കുന്നത് എന്താ സംഭവിച്ചതെന്ന്. പ്രശ്നം അതാണ് സിസ്റ്റർ, തെറ്റ് പറ്റിപ്പോയി. ഒരു വലിയ തെറ്റാ പറ്റിയിരിക്കുന്നത്. നോക്ക്, വെറുതെ ഓരോന്ന് വിളിച്ചു കോവി എന്നെ കൺഫ്യൂഷൻ ആക്കാൻ നിക്കല്ലേ. എന്താ കാര്യം എന്ന് വെച്ച് തുറന്ന് പറയ്. വായ നടപ്പിക്കാനല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ പെർമനന്റ് ആയിട്ട് വായ അടഞ്ഞു പോയെന്നാ എനിക്കിപ്പോ ഒരു സംശയം. പെർമനന്റ് ആയിട്ട് മൂടിക്കെട്ടുക എന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ഒരു ഉദ്ദേശമില്ലായിരുന്നു ചേച്ചി. പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഓ ഇടാ, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഞാൻ നിന്റെ തലയിൽ ക്യാമറ വല്ലതും വെച്ച് വിട്ടിരുന്നോ? എന്താ സംഭവിച്ചെന്ന് ആദ്യം പറയ്. നീ എന്താ ചെയ്തെന്ന് ഒന്ന് പറ പ്രഭാകര. വിക്കി വേദാന്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അവനെ വണ്ടി ഇടിപ്പിച്ചു. പക്ഷെ ദൈവത്താണ്, എന്റെ ഉദ്ദേശം അങ്ങനെ അല്ലായിരുന്നു ചേച്ചി. എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് വിക്കിയുടെ കണ്ടീഷൻ എന്താ? എല്ലാരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവന് ജീവനുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല ചേച്ചി. കാരണം ഞാൻ നല്ല സ്പീഡിലാണ് കാറ് കൊണ്ടുപോയി ഇടിപ്പിച്ചത്. ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം, എന്നോട് ക്ഷമിക്കണം ചേച്ചി. ഈ സുഹാസിനി എങ്ങനെയാണോ ഇതുവരെ ജീവിച്ചത് അതുപോലെ തന്നെ ഇനിയും ജീവിക്കും. ആരുടെ മുന്നിലും തല കുനിക്കാൻ നിൽക്കില്ല. അതിനാരുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാലും എനിക്കത് പ്രശ്നമല്ല. ചേച്ചി എന്താ ഇത്രയൊക്കെ എന്നോട് ക്ഷമ പറയാൻ വേണ്ടി? എന്താ പ്രഭാകര, നിന്റെ സ്വന്തം മരുമകനെ വണ്ടി അടിപ്പിച്ച് ആക്സിഡന്റ് ആക്കിയതുപോലെ ഷോക്കാവേണ്ട കാര്യമുണ്ടോ നിനക്ക്? നീ ഇത്രയൊക്കെ അങ്ങ് പേടിക്കാൻ? വിക്കി എന്താ ഞാൻ പ്രസവിച്ച മകനാണെന്ന് നീ വിചാരിച്ചു? അല്ല പ്രഭാകര, കണ്ടവരുടെ മക്കളൊക്കെ ചാകാൻ കിടക്കുന്നതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ചാവുന്നെങ്കി പോട്ടെ, വിട്ടേക്ക്. അവൻ ജീവിച്ചാലും മരിച്ചാലും നമുക്കെന്ത് കാര്യം? റാസ്കൽ.